രാഷ്ട്രീയ ഭൂപടം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങിക്കഴിഞ്ഞു. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുമുന്നണിയെ പ്രതിരോധിക്കാനും അധികാരം തിരിച്ചുപിടിക്കാനും UDF തന്ത്രങ്ങൾ മെനയുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ തോതിലുള്ള അഴിച്ചുപണിക്ക് ഹൈക്കമാൻഡ് പച്ചക്കൊടി കാട്ടിയിരിക്കുകയാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പത്തനംതിട്ട MP ആന്റോ ആന്റണി എത്തിയേക്കുമെന്ന വാർത്തകൾക്ക് വലിയ പ്രാധാന്യമാണുള്ളത്. നേതൃമാറ്റത്തിന്റെ പശ്ചാത്തലം നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുമെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്ന ഒരാൾ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് സംഘടനാ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് ഹൈക്കമാൻഡ്. ഒരു ഭാഗത്ത് ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് ശക്തമായ ഒരു നേതൃത്വം പാർട്ടിയെ നയിക്കേണ്ടതുണ്ട്. വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും PC വിഷ്ണുനാഥും വണ്ടൂരിലും കുണ്ടറയിലും യഥാക്രമം മത്സരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ KPCC ആസ്ഥാനത്ത് മുഴുവൻ സമയവും ലഭ്യമാകുന്ന ഒരു നേതാവിന്റെ ആവശ്യം ഡൽഹി നേതൃത്വം ഗൗരവമായി എടുത്തിരിക്കുകയാണ്. ഹൈക്കമാൻഡിന്റെ വിശ്വസ്തൻ പത്തനംതിട്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ ആന്റോ ആന്റണിയാണ്. ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള ആളുമാണ്. ഇതിന് പിന്നിലെ പ്രധാന ഘടകം പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുമായുള്ള അദ്ദേഹത്തിന്റെ ദൃഢമായ സൗഹൃദമാണ്. ഗാന്ധി കുടുംബവുമായി നേരിട്ടുള്ള ആശയവിനിമയത്തിന് ആന്റോയ്ക്കുള്ള ഈ സാഹചര്യം അദ്ദേഹത്തിന് വലിയ മുൻതൂക്കം നൽകുന്നുമുണ്ട്. മുൻപും അധ്യക്ഷ പദവിയിലേക്ക് ആന്റോ ആന്റണിയുടെ പേര് ഉയർന്നു കേട്ടിരുന്നെങ്കിലും അന്ന് സംസ്ഥാനത്തെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അദ്ദേഹത്തിന് തടസ്സമായി നിന്നു. എന്നാൽ ഇത്തവണ റോബർട്ട് വാദ്രയുടെ പ്രത്യേക താല്പര്യവും ദേശീയ നേതൃത്വത്തിലെ മാറുന്ന സാഹചര്യങ്ങളും ആന്റോയ്ക്ക് അനുകൂലമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം മധ്യ കേരളത്തിലെ പ്രതാപം തിരിച്ചുപിടിക്കുക എന്നത് അത്യന്താപേക്ഷിതവുമാണ്. ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതോടെ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ UDFന് വലിയ വിള്ളലുകൾ സംഭവിച്ചിരുന്നു. കേരള കോൺഗ്രസിനെ തിരികെ മുന്നണിയിലെത്തിക്കാൻ നടത്തിയ നീക്കങ്ങൾ വിജയിക്കാത്ത പശ്ചാത്തലത്തിൽ ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കാൻ ഒരു ക്രിസ്ത്യൻ ഫേസിനെ മുൻനിർത്തുക എന്നതാണ് കോൺഗ്രസ് തന്ത്രം. സിറോ മലബാർ സഭയുമായും മാർത്തോമ സഭയുമായും ആന്റോ ആന്റണിക്കുള്ള അടുത്ത ബന്ധം സഭാ വോട്ടുകളെ സ്വാധീനിക്കാൻ സഹായിക്കുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നുണ്ട്. മധ്യകേരളത്തിലെ പ്രമുഖ സഭാ നേതാക്കളുമായി ചർച്ചകൾ നടത്താനും അവരുടെ ആശങ്കകൾ പരിഹരിക്കാനും ആന്റോയ്ക്ക് കഴിയുമെന്നത് ഹൈക്കമാൻഡിനെ ഈ തീരുമാനത്തിലേക്ക് അടുപ്പിക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന പേര് ഷാഫി പറമ്പിലിന്റേതായിരുന്നു. ജനപ്രിയനായ യുവ നേതാവ് എന്ന നിലയിൽ ഷാഫിക്ക് വലിയ പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ രാഷ്ട്രീയ സാഹചര്യം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായതും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഷാഫിക്ക് തിരിച്ചടിയായി. ഷാഫിയെ അധ്യക്ഷനാക്കിയാൽ അത് ന്യൂനപക്ഷ പ്രീണനമായി ഇടതുപക്ഷം പ്രചരിപ്പിക്കുമെന്ന ഭയം ഹൈക്കമാൻഡിനുമുണ്ട്. കൂടാതെ മധ്യകേരളത്തിലെ ഹിന്ദു ക്രൈസ്തവ വോട്ടുകളിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും ഷാഫിയെ തടയാൻ കാരണമായതായി പറയപ്പെടുന്നുണ്ട്. കേരളത്തിലെ വോട്ടിംഗ് ശൈലിയിൽ സാമുദായിക സമവാക്യങ്ങൾക്ക് വലിയ പങ്കുമുണ്ട്. NSS, SNDP തുടങ്ങിയ സംഘടനകളുടെ നിലപാടുകൾക്കൊപ്പം തന്നെ ക്രൈസ്തവ സഭകളുടെ നിലപാടും നിർണായകമാണ്. വടക്കൻ കേരളത്തിൽ മുസ്ലിം ലീഗ് കരുത്തറിയിക്കുമ്പോൾ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കോൺഗ്രസ് നേരിട്ട് വോട്ടുകൾ സമാഹരിക്കേണ്ടതുണ്ട്. ആന്റോ ആന്റണിയെ പോലൊരു നേതാവ് തലപ്പത്ത് വരുന്നത് മധ്യ കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കുമെന്നും ഹൈക്കമാൻഡ് വിശ്വസിക്കുന്നുണ്ട്. നേതൃമാറ്റം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളുടെയും ഗ്രൂപ്പുകളുടെയും നിലപാട് നിർണായകമായിരിക്കും. A ഗ്രൂപ്പും I ഗ്രൂപ്പും ഒരുപോലെ ശക്തി തെളിയിക്കുന്ന കേരളത്തിൽ ഹൈക്കമാൻഡ് നോമിനിയായ ആന്റോ ആന്റണി വരുമ്പോൾ അത് എങ്ങനെ സ്വീകരിക്കപ്പെടുമെന്നത് കണ്ടറിയണം. എങ്കിലും തിരഞ്ഞെടുപ്പ് വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു പുതിയ നേതൃത്വം ആവേശം പകർന്നേക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പാതയിൽ കോൺഗ്രസ് നടത്തുന്ന ഈ മാറ്റം ഒരു വലിയ പരീക്ഷണമാണ്. സണ്ണി ജോസഫിന്റെ പ്രവർത്തന മികവിനെ ജനവിധിയിലൂടെ തെളിയിക്കാൻ അദ്ദേഹത്തെ പേരാവൂരിലേക്ക് അയക്കുമ്പോൾ സംഘടനാ സംവിധാനത്തെ യുദ്ധസജ്ജമാക്കാൻ ആന്റോ ആന്റണിക്ക് കഴിയുമോ എന്നതാണ് ചോദ്യം. കേരളത്തിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരെ ഏകോപിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് മുന്നിലുണ്ടാകും. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഡൽഹിയിൽ നിന്നും ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. മാറ്റങ്ങൾ ഗുണകരമായാൽ കേരളത്തിന്റെ ഭരണചക്രം തിരിക്കാൻ UDFന് ഈ നേതൃമാറ്റം തുണയായേക്കാം.